രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ നിയമസഭാ കാലത്ത് കിങ് മേക്കർ ആവുമെന്ന് കരുതിയിരുന്ന നേതാവായിരുന്നു എച്ച്.ഡി. കുമാരസ്വാമി. എന്നാൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിയാതെ വന്നതോടെ പലരും അദ്ദേഹത്തെ എഴുതിത്തള്ളി. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പോടെ അതിന്റെ ആയുസ് തീർന്നു. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത നേതാക്കളുടെ കൂട്ടത്തിൽ മുൻനിരയിൽ തന്നെയുണ്ട് എച്ച്.ഡി. കുമാരസ്വാമി എന്ന അധികായകനും. ചലച്ചിത്ര നിർമ്മാതാവും വിതരണക്കാരനും എന്ന നിലയിൽ കൂടി കഴിവ് തെളിയിച്ചിട്ടുള്ള 2 തവണ കർണാടക മുഖ്യമന്ത്രിയായ അദ്ദേഹം ദക്ഷിണ കർണാടകയിലെ BJP-JDS സർക്കാരിന്റെ ശ്രദ്ധേയമായ പ്രകടനത്തിൽ ഒരു പ്രധാന പങ്കുവഹിച്ച ആളാണ്. അവിടെ 14 സീറ്റുകളിൽ 12 സീറ്റുകളും നേടിയാണ് സഖ്യം തിരഞ്ഞെടുപ്പ് നേട്ടം അവസാനിപ്പിച്ചത്. സംസ്ഥാനത്ത് കോൺഗ്രസ് പ്രതീക്ഷിക്കാത്തതിലും വളരെ താഴെ മത്സരം അവസാനിപ്പിച്ചത് ശരിക്കും കുമാരസ്വാമി എഫക്റ്റ് ഒന്നുകൊണ്ട് മാത്രമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിനെ അടിവരയിടുന്ന 9 സീറ്റുകൾ മാത്രമാണ് കർണാടകയിലെ ഭരണകക്ഷിയായിട്ടുകൂടി കോൺഗ്രസിന് കിട്ടിയിട്ടുള്ളൂ. മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയുടെ ഇളയ മകനായ കുമാരസ്വാമിയുടെ രാഷ്ട്രീയ ചാതുര്യം അറിയണമെങ്കിൽ കർണാടകയുടെ ചരിത്രം തന്നെ അറിയണം. കർണാടകയിൽ BJP-യുമായും കോൺഗ്രസുമായും സഖ്യമുണ്ടാക്കി മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞ ഏക നേതാവാണ് കുമാരസ്വാമി. അതുതന്നെ കുമാരസ്വാമിയിലെ സീസൺഡ് രാഷ്ട്രീയ നേതാവിനെ തുറന്നുകാട്ടുന്ന ഒരു കാര്യമാണ്. ഇത്തവണ BJP പ്രതീക്ഷിച്ചതിലും മുന്നേറ്റം കർണാടകയിൽ ഉണ്ടാക്കിക്കൊടുത്ത കുമാരസ്വാമിയെ മന്ത്രിസഭാ രൂപീകരണ സമയത്ത് അങ്ങനെ വിട്ടുകളയാൻ മോദിക്കോ BJP-ക്കോ സാധ്യമായിരുന്നില്ല. ഇതോടെ കർണാടകയ്ക്ക് ഒരു കേന്ദ്രമന്ത്രിയെ കൂടി കിട്ടിയെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. അടുത്തിടെ BJP-യുമായി സഖ്യത്തിൽ ആകുന്നതിന് മുന്നോടിയായി മതേതര രാഷ്ട്രീയ ആദർശങ്ങൾ പൂർണ്ണമായി അഴിച്ചുവെച്ചാണ് അദ്ദേഹം കർണാടകയുടെ രാഷ്ട്രീയ ഭൂമിയിലേക്ക് ഇറങ്ങിയെന്നതും ശ്രദ്ധേയമാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ JDS-ന്റെ മോശം പ്രകടനത്തിന് മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തിയാണ് അദ്ദേഹം തന്റെ നയത്തിൽ നിന്നുള്ള വ്യക്തമായ ചുവടുമാറ്റം പ്രകടമാക്കിയത്. ഇത്തവണ കേന്ദ്രമന്ത്രിസഭയിൽ നല്ല വകുപ്പ് തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുമാരസ്വാമി ഡൽഹിയിലേക്ക് വണ്ടി കയറിയത്. ദക്ഷിണേന്ത്യയിൽ BJP ഏറ്റവും മികച്ച നേട്ടമുണ്ടാക്കിയ കർണാടകയെ പൂർണ്ണമായും അവഗണിക്കാൻ മോദി സർക്കാരിന് കഴിയില്ലെന്ന് തന്നെയാണ് കുമാരസ്വാമിയുടെ വിശ്വാസവും. അത് യാഥാർത്ഥ്യമാവുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അതേസമയം 3ാം മോദി സർക്കാരിൽ ഇടം പിടിച്ചത് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള കൂടുതൽ നേതാക്കളാണ്. ആന്ധ്ര, കർണാടക, കേരളം, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ള നേതാക്കളാണ് പ്രധാനമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ആന്ധ്രയിൽ നിന്നും 4 പേരാണ് മന്ത്രിമാരായത്. ഇതിൽ 2 പേർ സഖ്യകക്ഷിയായ TDP അംഗങ്ങളാണ്. 3 തവണ MP-യായ കിഞ്ചിരാപ്പു റാം മോഹൻ നായിഡു ക്യാബിനറ്റ് മന്ത്രിയാകും. കർണാടകയിൽ നിന്നും 5 പേരാണ് 3ാം മോദി സർക്കാരിൽ ഇടം പിടിച്ചത്. തുംകുരുവിൽ നിന്നുള്ള MP വി സോമണ്ണ, മുതിർന്ന BJP നേതാവ് പ്രഹ്ലാദ് ജോഷി, നിർമ്മല സീതാരാമൻ, ബംഗളൂരു നോർത്ത് മണ്ഡലത്തിൽ നിന്നുള്ള ശോഭാ കരന്തലജെ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. പ്രഹ്ലാദ് ജോഷിയും നിർമ്മല സീതാരാമനും മുൻ സർക്കാരിലും മന്ത്രിമാരായിരുന്നു. ഏതായാലും BJP-യുടെ ഒരു കളിയും ദക്ഷിണേന്ത്യയിൽ നടക്കില്ല എന്ന ചിത്രമാണ് ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നത്.